ആ നോക്കിക്കോളൂ. അപ്പോ 2025 ഡിസംബറിൽ നടന്ന സെക്കൻഡ് ടൈം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഒന്നാമത്തെ ചോദ്യം ആനന്ദ് വിജയ് എഴുന്നേറ്റൊന്ന് വായിച്ചേ. What is the common difference? അപ്പൊ ചോദ്യം ഏത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്? അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ ഞാൻ പറയുമ്പോൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. പേന അങ്ങോട്ട് വെച്ച് ബുക്ക് അടച്ച് വെച്ചിട്ട് ബോർഡിലേക്ക് നോക്കിയിരിക്കാം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം തന്നിട്ടുണ്ട്. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. അതിന് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? എക്സ് അല്ലെ? എക്സ് എൻ ഈക്വൽ എന്താണെന്നാ പറഞ്ഞേക്കുന്നത്? എക്സ് എൻ ഈക്വൽ 3 മൈനസ് 5. ഞാൻ അതിനെ ഇങ്ങനെ ഒന്ന് എഴുതുന്നു, -5n + 3. അതെന്തിനാണ് അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ, ഏതൊരു സമാന്തര ശ്രേണിയുടെയും അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെയും എന്ത് ടേം എല്ലായ്പ്പോഴും എക്സ് എൻ ഈക്വൽ an + b എന്ന രൂപത്തിൽ ആയിരിക്കും. അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ -5n + 3 എന്ന് എഴുതിയത്. എന്ന് ഞാൻ അന്ന് പഠിപ്പിച്ചപ്പോൾ എളുപ്പമാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനകത്തിൽ നിന്ന് ഇതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എഴുതാൻ ഒരു എളുപ്പമാർഗം ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും പറയാമോ എളുപ്പമാർഗം എന്താണ്? കോയഫിഷ്യന്റ് ഓഫ് n. കോയഫിഷ്യന്റ് ഓഫ്, അതായത് എന്നിന്റെ കൂടുള്ള നമ്പർ ഏതാണോ അതങ്ങ് എഴുതിയാൽ മതി. ഏതാണ് എന്നിന്റെ കൂടുള്ള നമ്പർ? ഏതാണ്? -5. ഏതാണ്? അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? മൈനസ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ചോദിച്ചിട്ടില്ല, ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്. ഇതിന്റെ ഫസ്റ്റ് ടേം കൂടെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് ഈ n അങ്ങ് ഒഴിവാക്കിയിട്ട് പിന്നുള്ള നമ്പർ പാർട്ടുകൾ തമ്മിൽ കൂട്ടുക. നമ്പർ പാർട്ടുകൾ ഏതൊക്കെയാ? -5ഉം 3യും കൂടെ കൂട്ടുക. ഒരാൾ നെഗറ്റീവും ഒരാൾ പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 5ൽ നിന്ന് 3 കുറച്ചാൽ 2. വലുതിന്റെ ചിഹ്നം മൈനസ്. ഇത് ചോദിച്ചിട്ടില്ല, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചാൽ എഴുതാനുള്ള ഒരു എളുപ്പമാർഗം ഇതായിരിക്കും. താരതമ്യേന എളുപ്പത്തിൽ ഉത്തരം എഴുതാനുള്ള മാർഗം. ഇനി അല്ലെങ്കിൽ ഒരു മാർഗം എന്ന് പറയുന്നത് ഇതിലെ എന്നിന് പകരം ആദ്യം 1 കൊടുക്കണം. എന്നിന് പകരം ആദ്യം 1 കൊടുക്കണം. അപ്പൊ എന്നിന് പകരം 1 കൊടുത്താൽ എന്ത് കിട്ടും? x1 ഈക്വൽ 3 × 3 - 5 × 1 ഈക്വൽ 3 - 5 × 1 5. 3 - 5 രണ്ടേ. ഇതല്ലേ നമുക്ക് കിട്ടിയ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ എന്നിന് 2 കൊടുക്കുന്നു. എന്നിന് 2 കൊടുത്താൽ x2 ഈസ് ഈക്വൽ ടു 3 - 5 × 2. അപ്പൊ 3 - 10. 3ൽ നിന്ന് 10 കുറച്ചാൽ -7. ഫസ്റ്റ് ടേമും ഉണ്ട് സെക്കൻഡ് ടേമും ഉണ്ട്. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? കോമൺ ഡിഫറൻസ് ഈക്വൽ d ഈക്വൽ x2 - x1. അപ്പൊ -7 -2. അപ്പൊ -7 + 2. ആൻസർ ഇത്രയും ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഒരൊറ്റ സ്റ്റെപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയാണോ ആൻസർ കിട്ടിയതെന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഇവിടെ ഓൺലൈൻകാർക്ക് ഇങ്ങനെയാണോ ആൻസർ കിട്ടിയത്? ഓക്കെ. ശരിയാണെങ്കിൽ ശരിയിടണം, തെറ്റാണെങ്കിൽ റൗണ്ട് ചെയ്ത് തെറ്റിട്ടിട്ട് ശരി ഉത്തരം എഴുതണം. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എഴുതിയെടുക്കാനുണ്ടെങ്കിൽ അത് റെഡിങ് കൊണ്ട് എഴുതിയെടുക്കും. ക്വസ്റ്റ്യൻ നമ്പർ 2 കീർത്തന ഒന്ന് വായിച്ചേ. എല്ലാരും ബുക്ക് അടച്ചു നോക്കുക, ഇവരോട് ശ്രദ്ധിച്ചിരിക്കാം. വായിച്ചാട്ടെ.
ഉം, ഉം, ഉം. വാട്ട് ആർ ദി കോഓർഡിനേറ്റ് ഓഫ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ? ബോർഡിലേക്ക് നോക്കിയിരിക്കാം. ഇത് ആക്ച്വലി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു സർക്കിളിനെ കുറിച്ചാണ് ചോദ്യം. ആരെ കുറിച്ചാണ്? അപ്പൊ ഞാനൊരു സർക്കിൾ റഫായിട്ട് വരയ്ക്കുന്നു. ചോദ്യത്തിൽ പറയുന്നത് ഈ സർക്കിളിന്റെ ഡയമീറ്ററിന്റെ, ആരുടെയാണ്? ഡയമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റ്സ് ആണ്, രണ്ട് അഗ്രബിന്ദുക്കളാണ്. ആരൊക്കെ? 3, 8 3, 8 5, 6. 3, 8 ഒന്നുകൂടെ വായിച്ച ചോദ്യം. എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് 3, 8 and 5, 6 ആസ് ഡയമീറ്റേഴ്സ്. 3, 8, 5, 6 എന്നിവരെ കണക്ട് ചെയ്യുന്ന ഒരു വരയെ ഡയമീറ്റർ ആക്കിക്കൊണ്ട് എന്ത് വരച്ചിരിക്കുന്നു അഭിരാമി? ഒരു സർക്കിൾ വരച്ചിരിക്കുന്നു. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ സർക്കിളിന്റെ സെന്ററിന്റെ കോഓർഡിനേറ്റ് കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കും? ഈ ലൈനിന്റെ ഈ വരയുടെ മിഡ് പോയിന്റ് ആയിരിക്കും, മധ്യബിന്ദു ആയിരിക്കും അതിന്റെ സെന്റർ എന്ന് പറയുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കും? മിഡ് പോയിന്റ് മധ്യബിന്ദു എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനെ x1 y1 എന്ന് വിളിക്കുക, ഇതിനെ x2 y2 എന്ന് വിളിക്കാം. നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കും. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല x1 പ്ലസ് x2/2, y1 പ്ലസ് ഒന്നുമില്ല, x കോർഡിനേറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. y കോർഡിനേറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക, 2 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പൊ പറഞ്ഞാട്ടെ, പറയടേ. 3 + 5/2, 8 + 6/2. 3 + 5 7/2, 8 + 6 8 8/2, 8 + 6 8 + 6 14 ഡിവൈഡഡ് ബൈ 2. 8 ഡിവൈഡഡ് ബൈ 2 4, 14 ഡിവൈഡഡ് ബൈ 2. നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷൻ അകത്തിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഏതാണ് ആ ഓപ്ഷൻ? ആൻസർ ഓപ്ഷൻ സി. ഇനി 1 മാർക്കിന്റെ ആയതുകൊണ്ട് ഇത്രയും പരീക്ഷാ ഹോളിൽ നിന്ന് ചെയ്തു നോക്കി സമയം കളയരുത്. ഒറ്റ പരിപാടി, ആദ്യം x തമ്മിൽ കൂട്ടുക. 3 + 5 അനക്കണക്ക. 3 + 5 8. 8 ഡിവൈഡ് ബൈ 2 4. ഓക്കെ. അടുത്തത് y തമ്മിൽ കൂട്ടുക. 8 + 6 14. 14 ഡിവൈഡ് ബൈ 2 എന്ന് ഉത്തരം മാത്രമേ 1 മാർക്കിന്റേതിന് എഴുതി വെക്കാവൂ. 1ൽ കൂടുതൽ മാർക്കിന് ചോദിക്കുമ്പോഴാണ് ഇതുപോലെ എഴുതി വെക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ അതിന്റെ എക്സ്പ്ലനേഷനും കൂടി ഒന്ന് എഴുതിയിട്ടുള്ളത്. ഓൺലൈൻകാർക്ക് 2 പേർക്കും ഈ രണ്ടാമത്തെ കണക്ക് മനസ്സിലായോടെ? ഓക്കെ, മനസ്സിലായി സർ. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം 2 വായിച്ചത്. മൂന്നാമത്തെ ചോദ്യം ഹാഫിസ് ഒന്ന് വായിച്ച്. വായിച്ചു. എന്തൊക്കെ കാറ്റ് മാത്രം ഞാൻ കേട്ടു, വേറൊന്നും കേട്ടില്ല. ഒന്ന് വായിച്ച്. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് സൈഡ് ഇൻ ദ ഗിവൺ റൈറ്റ് ട്രയാങ്കിൾ? ബുക്കടച്ചോക്ക, ബോർഡിലേക്ക് നോക്കിയിരിക്കും. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? മിണ്ടുന്നില്ല. ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ റൈറ്റ് ട്രയാങ്കിൾ ഒന്ന് ബോർഡിലോട്ട് റഫായിട്ട് വരയ്ക്കാം. എല്ലാവരും ബുക്കടച്ചു വെച്ച് ബോർഡിലേക്ക് നോക്കിയിരിക്കും. ഇവിടെ 90 ഡിഗ്രി, ഇത് 6, ഇത് 60 ഡിഗ്രി. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പേര് കൊടുക്കുകയാണ്. ഇതിനിപ്പോ ഞാൻ ABC എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഈ റൈറ്റ് ട്രയാങ്കിളിലെ ഈ മട്ടത്രികോണത്തിലെ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാ? 90. ഇതോ
60. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ആംഗിള് കണ്ടുപിടിച്ചതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനിയും ഒരു റൈറ്റ് ആംഗിളിലെ ട്രയാംഗിളിലെ ആംഗിളുകൾ, ഒരു മട്ടത്രികോണത്തിലെ കോണുകൾ 30, 60, 90, 30, 60, 90 എന്നിങ്ങനെയാണെങ്കിൽ ബാക്കി ഇതിന്റെ സൈഡുകൾ, വശങ്ങൾ 1:√3:2 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കുമെന്ന് കൃഷ്ണാഞ്ജലി നമ്മൾ ഏത് പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്? ട്രിഗണോമെട്രിക് അത് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വെറുതെ റേഷ്യോ കാണാൻ പഠിച്ചു വെക്കരുത്. 30യുടെ ഓപ്പോസിറ്റ് വേണം 1 വരാൻ. നമ്മുടെ പടത്തിൽ 30 എവിടാ കിടക്കുന്നത്? സിയിൽ. അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആളാരാ? AB. അയാൾ എത്രയെന്നറിയാമോ? ഇല്ല. 60ന്റെ ഓപ്പോസിറ്റ് ആണ് √3 കിടക്കുന്നത്. നമ്മുടെ പടത്തിൽ 60 എവിടാ കിടക്കുന്നത്? 60 എവിടെ കിടക്കുന്നത്? എയില്. അതിന്റെ ഓപ്പോസിറ്റ് BC ആണോ? ആ BC എത്ര എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു? 6 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. 90ന്റെ ഓപ്പോസിറ്റ് ആണ് 2 വരേണ്ടത്. നമ്മുടെ പടത്തിൽ 90 എവിടെ കിടക്കുന്നത്? ബിയില്. അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് AC. അയാൾ എത്രയെന്നറിയാമോ? ഇല്ല. നോക്കാം. ഇവിടെ ഇപ്പൊ ആകെ അറിയാവുന്നത് √3ക്ക് പകരം എന്ത് വന്നിരിക്കുന്നു? 6 വന്നേക്കുന്നു. √3ക്ക് വരെ എന്ത് വന്നിരിക്കുന്നു? അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ആലോചിക്കേണ്ടത്. √3യെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ √3യെ √2 കൊണ്ട് ഗുണിച്ചാൽ √6 കിട്ടത്തുള്ളൂ. നമുക്ക് വെറും 6 ആണ് കിട്ടേണ്ടത്. ഇനി ഐഡിയ പരീക്ഷയ്ക്ക് എഴുതിയില്ല. √3യെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടും? 2 കൊണ്ടോ? 6/√3 കൊണ്ട് ഗുണിച്ചാൽ മതി. 6 അപ്പൊ √3യെ √3യും കൂടെ കട്ടായി പോട്ട് എന്ത് തിരിച്ചു കിട്ടിക്കോളും? 6 കിട്ടിക്കോളും. അപ്പൊ ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 6/√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആണോ? അപ്പൊ ഒരാളെ അല്ല അഭിരാമി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, എല്ലാവരെയും 6/√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 1നെ 6/√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1നെ 6/√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6/√3. അടുത്തത് 2നെ 6/√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 6 12/√3. ഇതിൽ നമ്മളോട് ആരെ കണ്ടുപിടിക്കാനാണ് ചോദ്യം? ഷോർട്ടസ്റ്റ് സൈഡ്. ഈ പടത്തിലെ ഷോർട്ടസ്റ്റ് സൈഡ് ഏതാണ്? AB. ആ AB എത്രയാണ്? 6/√3. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ? അല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 6/√3 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ? എവിടെ? 6/√3 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ? അപ്പൊ നമുക്ക് കിട്ടിയതിന് നമ്മൾ ആ ഓപ്ഷനിൽ ഏതെങ്കിലും ആക്കി മാറ്റണം. അപ്പൊ 9ാം ക്ലാസ്സിൽ നമ്മൾ ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അവിടെ ഈ ഡിനോമിനേറ്ററിൽ √2, √3 തുടങ്ങിയ നമ്പർ വന്നാൽ ചെവിക്കാത്തിൽ വെള്ളം കയറിയാൽ കുറച്ചുകൂടെ വെള്ളം ആ ചെവിയിലേക്ക് ഒഴിച്ചിട്ട് ആദ്യം കയറിയ വെള്ളത്തെ പുറത്തു കൊണ്ടുവരുന്ന പരിപാടി ഈ √3 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 6 × √3 ഡിവൈഡഡ് ബൈ √3 × √3 ആണോ? അപ്പൊ 6 × √3 ഡിവൈഡഡ് ബൈ √3 × √3 √3 × √3 √3 × √3 3. 6ഉം 3 കൂടെ വെട്ടിയാൽ 2 കിട്ടും. സോ ദി ആൻസർ ഈസ് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. ഏതാ ഓപ്ഷൻ? ഏതാണ്? ഓപ്ഷൻ ബി. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി. ബുക്ക് തുറന്ന് നോക്കുക. ശരിയാണെങ്കിൽ ശരിയിടുക, തെറ്റാണെങ്കിൽ റൗണ്ട് ചെയ്ത് തെറ്റിട്ടിട്ട് ശരി ഉത്തരം എഴുതുക. എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ റെഡ് ഇങ്ക് കൊണ്ട് ആഡ് ചെയ്യുക. ഓൺലൈൻകാർക്ക് മൂന്നാമത്തെ കണക്ക് മനസ്സിലായോടെ? മനസ്സിലായി സർ.
in the whole of the given solution. You are provided with the standard solution of the ions detected with the help of dilute. ബുക്ക് അടച്ചു വെച്ചിട്ട് എല്ലാവരും ബോർഡിലേക്ക് നോക്കിയിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്? 4. വായിച്ചാട്ടെ. ആ ഈ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ഫിഗറിൽ O എന്ന് പറയുന്നത് ആരാണ്? സർക്കിളിന്റെ സെന്റർ ആണ്, വൃത്തത്തിന്റെ കേന്ദ്രമാണ്. അടുത്തത് ഈ വരച്ചു വെച്ചിരിക്കുന്ന PAയും PBയും ഈ സർക്കിളിന്റെ ആരാണ്? ടാൻജന്റുകളാണ്, ഈ വൃത്തത്തിന്റെ തൊടുവരകൾ ആണ്. എന്നിട്ട് ആംഗിൾ AOB എന്ന് പറയുന്ന ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 110 ഡിഗ്രിയാണ്, 110 ഡിഗ്രിയാണ്. അങ്ങനെ ആണെങ്കിൽ ആംഗിൾ APB എത്രയാണ്? ഏത് ആംഗിളാണ്? APB. ഈ ആംഗിൾ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഇത് എത്ര ഡിഗ്രി ആണെന്നാണ് ചോദ്യം. ഏത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യം? ടാൻജന്റ്. ഈ തന്നിരിക്കുന്ന ആംഗിളും ഈ കണ്ടുപിടിക്കേണ്ട ആംഗിളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് നമ്മൾ ആ പാഠത്തിലെ 2ാമത്തെ സെക്ഷനിൽ പഠിച്ചതാണ്. ഇതായിരുന്നു സർക്കിളിലെ 2 പോയിന്റുകളിൽ നിന്നുള്ള റേഡിയസുകളുടെ ഇടയിലുണ്ടാകുന്ന ആംഗിളും അതേ 2 പോയിന്റിൽ നിന്ന് വരച്ചിരിക്കുന്ന 2 ടാൻജന്റുകളുടെ ഇടയിലുണ്ടാകുന്ന ആംഗിളൂടെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അതിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ഉണ്ട്? 110 ഡിഗ്രി ഉണ്ട്, 110 ഡിഗ്രി ഉണ്ട്. അങ്ങനാണെങ്കിൽ ആംഗിൾ APB എങ്ങനെ കണ്ടുപിടിക്കും? 180 മൈനസ് 110, 110 മൈനസ് 180 മൈനസ് 110 ഈസ് ഈക്വൽ ടു, ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് തന്നതിനകത്തിലുണ്ടോ? ഉണ്ട്. ഏതാണ് ആ ഓപ്ഷൻ? ആൻസർ ഓപ്ഷൻ സി. ബുക്ക് തുറന്നു നോക്കുക. ഉത്തരം ശരിയാണെങ്കിൽ ശരിയിടുക, തെറ്റാണെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് ശരി ഉത്തരം എഴുതിയെടുക്കുക. ഓൺലൈൻകാർക്ക് 4ാമത്തെ കണക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇനി അവിടെ തന്നെ ചോദ്യം വയ്ക്കണം. അല്ല, ഇവിടെയാണ് ചോദ്യം വയ്ക്കാം. അഭിനവ് സാർ ചോദ്യം വായിച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 5. വായിച്ചാട്ടെ. x² പ്ലസ് kx മൈനസ് 12 ഈക്വൽ x പ്ലസ് 6 ഇൻറ്റു x മൈനസ് 2. വാട്ട് ഈസ് k? ഏത് ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യം? പറഞ്ഞോ. ചാപ്റ്ററിന്റെ പേരെടുത്തില്ലേ? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ്. പോളിനോമിയൽസ് ആൻഡ് ഇരിക്കും. നിങ്ങൾ ഈ ചോദ്യം പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചെയ്തത്? ഒന്നും അത്രയൊന്നും വലിയ അന്താരാഷ്ട്ര കാര്യം ആലോചിക്കണ്ട. അതുകൊണ്ട് ആ വലതുവശത്ത് കിടക്കുന്ന പോളിനോമിയലില്ലേ, അത് ചുമ്മാ ഒന്ന് ഗുണിച്ചാൽ മതി. ഗുണിച്ചാൽ മതി. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു മൈനസ് 2 മൈനസ് 2x, 6 ഇൻറ്റു എക്സ് 6x, 6 ഇൻറ്റു മൈനസ് 2 മൈനസ് 2. This is equal to x square minus 2x plus 6x. Minus 2x plus 6x. ഒരാള് നെഗറ്റീവ്, ഒരാള് പോസിറ്റീവ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 6x നിന്ന് 2x കുറച്ചാൽ 4x. വലുതിന്റെ ചിഹ്നം പ്ലസ് 4x. ഇത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? x² പ്ലസ് kx മൈനസ് 12നോട് ഈക്വൽ ആണ്. ഇക്വേറ്റ് ചെയ്യുക. x², രണ്ടിടത്തും ഒരേ ആള് തന്നെയല്ലേ? -12 ഒരേ ആള് തന്നെയല്ലേ? ഇവിടെ വന്നപ്പോ kxഉം ഇവിടെ വന്നപ്പോ 4xഉം. അപ്പൊ അങ്ങനെയാണെങ്കിൽ k is equal to എത്രയാണ്? ഇങ്ങനെ ഒരു ആൻസർ നമ്മുടെ ഓപ്ഷനകത്തിലുണ്ടോ? ഉണ്ട്. ഏതാണ് ആ ഓപ്ഷൻ? ആൻസർ ഓപ്ഷൻ ഡി. ബുക്കിൽ നോക്കി ആവശ്യമായ കറക്ഷൻസ് വരുത്തുക. ഓൺലൈൻകാർക്ക് 5ാമത്തെ കണക്ക് മനസ്സിലായോടെ? മനസ്സിലായി സാർ. ഓക്കെ, മനസ്സിലായി സാർ.
അപ്പോ അഭിരാമിക്ക് എഴുന്നേറ്റിട്ട് എത്ര ചോദ്യം വരുന്നു അഭിരാമി? ആറാമത്തെ ചോദ്യം വായിക്കാം. എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ, ഈ കൊടുത്തിരിക്കുന്ന ഫിഗറുകളിൽ ഏത് ഫിഗറിലാണ് എക്സ് പ്ലസ് വൈ ആരേക്കാൾ വലുതാകുന്നത്? 180യേക്കാൾ വലുതാകും. നമ്മൾ ഈ രണ്ടാമത്തെ പാഠമായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് പഠിച്ചപ്പോൾ ഒരു നോട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ നോട്ട് അറിയാവുന്നവർക്ക് വളരെ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും. ആ നോട്ടിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഒന്ന്, ഒരു സർക്കിൾ, 4 വെർട്ടീസസും സർക്കിളിൽ വരുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ നമ്മൾ പരിഗണിക്കുന്നു, അല്ലേ? ഈ ക്വാഡ്രിലാറ്ററിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. എന്ത് വിളിക്കുന്നു? ഞാനിപ്പോ ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന് ABCD എന്ന് പേര് കൊടുത്താൽ എന്തായിരുന്നു ഇതിന്റെ ഒരു പ്രോപ്പർട്ടി, പ്രത്യേകത? ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂട്ടുമ്പോ 180 ഡിഗ്രി കിട്ടും. ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടിയാൽ 180 കിട്ടും. ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 180 കിട്ടും. ഇത് എപ്പോഴാണ്? ക്വാഡ്രിലാറ്ററലിന്റെ, ചതുർഭുജത്തിന്റെ 4 വെർട്ടീസസും 4 മൂലകളും എവിടാണെങ്കിൽ? ഓൺ ദ സർക്കിൾ. എവിടാണെങ്കിൽ? പിന്നെ പഠിച്ചതെന്ന് പറയുന്നത് 3 വെർട്ടീസസ് എവിടെ ഉണ്ട്? സർക്കിളിലുണ്ട്. 3 വെർട്ടീസസ് എവിടെ ഉണ്ട്? 4ാമത്തെ വെർട്ടെക്സ് എവിടെയാണ്? സർക്കിളിന് പുറത്താണ്. 4ാമത്തെ വെർട്ടെക്സ് എവിടെയാണ്? സർക്കിളിന് പുറത്താണ്. ഇതൊരു ക്വാഡ്രിലാറ്ററൽ അല്ലേ? ഈ ക്വാഡ്രിലാറ്ററലിന് നമ്മൾ ABCD എന്ന് പേര് കൊടുത്താൽ അവിടെ എന്തുവായിരുന്നു പഠിച്ച പ്രത്യേകത? ഇല്ല, ആ വെളിയിലുള്ള വെർട്ടെക്സിലെ ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളൂടെ കൂട്ടുമ്പോ നമുക്കൊരു ഉത്തരം കിട്ടും. എത്ര നമുക്കറിയത്തില്ല, പക്ഷെ ആ ഉത്തരം 180യേക്കാൾ ഏലം വിളിക്കാനല്ല, 180യേക്കാൾ ഉറക്കം പറയണേ, 180യേക്കാൾ കുറവായിരിക്കും. എത്രനേക്കാൾ കുറവായിരിക്കും? 180യേക്കാൾ കുറവായിരിക്കും. എപ്പോഴാണെങ്കിൽ 3 പേര് സർക്കിളിലും ഒരാൾ സർക്കിളിന് വെളിയിലുമാണെങ്കിൽ ആ വെളിയിലുള്ളയാളും അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വെർട്ടെക്സിലെ ആംഗിളൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം എത്രനേക്കാൾ ചെറുതായിരിക്കും? 180യേക്കാൾ ചെറുതായി. അഭിരാമി, അടുത്തത് എന്തുവായിരുന്നു പഠിച്ചത്? 3 പേര് സർക്കിളിൽ തന്നെ, 4ാമൻ സർക്കിളിനകത്ത്. ഇങ്ങനെയാണ് നമ്മുടെ ക്വാഡ്രിലാറ്ററൽ എങ്കിൽ ABCD എന്തൊരു പ്രത്യേകത? അകത്തുള്ള വെർട്ടെക്സിലെ ആംഗിൾ, അതായത് ആംഗിൾ സിയും അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വെർട്ടെക്സ് അതാരാ? ആംഗിൾ എ. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ഈ ആൻസർ 180യേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ ഓപ്പോസിറ്റ് കിടക്കുന്നവരെ കൂട്ടുമ്പോൾ 180യേക്കാൾ കൂടുതൽ വരണം. അപ്പൊ ഒറ്റ കണ്ടീഷനെ പറ്റത്തുള്ളൂ. എന്തുവാ കണ്ടീഷൻ? 180യേക്കാൾ കൂടുതൽ വരണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? 180യേക്കാൾ കൂടുതൽ വരണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? 4ാമത്തെ വെർട്ടെക്സ് സർക്കിളിന് അകത്തായിരിക്കണം. 4ാമത്തെ വെർട്ടെക്സ് എവിടെ ആയിരിക്കണം? അപ്പോൾ ഈ 3ഉം 4ഉം ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ആ 2 എണ്ണത്തിലും 4ാമത്തെ വെർട്ടെക്സ് എവിടെ കിടക്കുന്നേ? സർക്കിളിന് വെളിയിൽ നടക്കുന്നേ.
അപ്പൊ നമ്മുടെ ചോദ്യം അനുസരിച്ച് കണ്ടീഷൻ കറക്റ്റ് ആകണമെങ്കിൽ 3 പേര് സർക്കിളിലും ഒരാൾ എവിടെയും വരണം, സർക്കിളിനുള്ളിലും വരണം. അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ് ആയിട്ടുള്ളത്? ഒന്നാമത്തേതും രണ്ടാമത്തെ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കി. ഉണ്ട്. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ഏത് ഓപ്ഷൻ? ആൻസർ ഏതാണ്? അകത്തുള്ള ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളൂടെ കൂട്ടുമ്പോ 180 കിട്ടണം. ഇവിടെ എന്താ പ്രശ്നമുള്ളത്? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180യേക്കാൾ കൂടുതൽ കിട്ടും എന്ന് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഓപ്ഷൻ ഇല്ല എന്നല്ലേ ഒരാൾ പറഞ്ഞേ? അങ്ങനല്ലേ പറഞ്ഞേ? ഓക്കെ. ഈ ഓപ്ഷൻ, ആ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാ? രണ്ടാമത്തേത് മാത്രമേ ഉള്ളൂ. അപ്പൊ സെക്കൻഡ് മാത്രമുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ എടുക്കും? 3 കറക്റ്റ് ആയിട്ട് അതെങ്ങനെ കറക്റ്റ് ആയിട്ട് വരും? 3 ഈ പോയിന്റും ഏതാ? 3 1, 2, 3 വെർട്ടെക്സ് സർക്കിളിൽ തന്നെ ഒരു വെർട്ടെക്സ് സർക്കിളിന് വെളിയിൽ, ആ വെളിയിലുള്ളതും അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം 180യേക്കാൾ കുറവല്ലേ വരത്തുള്ളൂ? 180യേക്കാൾ കുറവല്ലേ വരത്തുള്ളൂ? നമുക്ക് കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം എത്രനേക്കാൾ കൂടുതലായിരിക്കണം? 180യേക്കാൾ കൂടുതലായിരിക്കണം. അപ്പൊ ഇതിൽ ഏതാ അപ്പൊ കറക്റ്റ് ഓപ്ഷൻ? 2 4 എങ്ങനെയാ വരുന്നത്? 180യേക്കാൾ കൂടുതൽ വരുന്നു. 2 കറക്റ്റ് ആൻസറാ. ഇതവിടെ നിൽക്കട്ടെ. ഓക്കെ. ഇനി ഏതാ ഉള്ളത്? നാലാമത്തെ ഓപ്ഷൻ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവരെ രണ്ടുപേരെ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരവല്ലേ അറിയേണ്ടത്. നമ്മൾ പഠിച്ച തിയറി തന്നെ ഇവരെ രണ്ടുപേരെയും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം 180യേക്കാൾ കുറവായിരിക്കുമെന്നേ പറഞ്ഞുള്ളൂ. എന്നാൽ ഇവരെ രണ്ടുപേരെയും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം 180യേക്കാൾ എന്ത് വരാം? കൂടുതൽ വരാം. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഉള്ളത്? ഏതൊക്കെ കറക്റ്റ് ആൻസർ വരുന്നത്? രണ്ടാമത്തേതിലും നാലാമത്തേതിലുമാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഒന്നുകൂടെ പറയാം. ഇതെന്തുകൊണ്ട് തെറ്റായി പോയി? ഈ ഓപ്ഷൻ എന്തുകൊണ്ട് ആ ഓപ്ഷൻ തെറ്റായി പോയി? സർക്കിളിന് അകത്ത് വരുന്ന പോയിന്റും അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതും, അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം 180യേക്കാൾ കൂടുതലാണെന്നാണ് പറയുന്നത്. അല്ലാതെ ഇവരെ രണ്ടുപേരെയും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം 180യേക്കാൾ കൂടുതലാണെന്ന് ഇവിടെ പറയുന്നില്ല. നമ്മൾ പഠിച്ച നോട്ടിനകത്തിൽ പറയുന്നില്ല. അതുകൊണ്ടാണ് ഒന്നാമത്തെ ഓപ്ഷൻ എന്തായി പോയത്? തെറ്റായി പോയത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എങ്ങനെ കറക്റ്റ് ആയത്? നമ്മൾ പഠിച്ച കറക്റ്റ് തിയറി പോർഷനാണ്. ഒരു വെർട്ടെക്സ് സർക്കിളിനുള്ളിൽ, ബാക്കി 3 സർക്കിളിൽ. അപ്പൊ അകത്തുള്ളയാളും അതിന്റെ ഓപ്പോസിറ്റൂടെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടും? 180യേക്കാൾ കൂടുതൽ കിട്ടും. അപ്പൊ രണ്ടാമത്തേത് കറക്റ്റ്. മൂന്നാമത്തെ എന്തുകൊണ്ടാണ് തെറ്റായി പോയത്? 3 വെർട്ടെക്സ് സർക്കിളിൽ തന്നെ നാലാമത്തെ ആൾ എവിടെ കിടക്കുന്നേ? സർക്കിളിന് വെളിയിൽ. അപ്പൊ സർക്കിളിന് വെളിയിലുള്ളയാളും അതിന്റെ ഓപ്പോസിറ്റൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം എത്രനേക്കാൾ കുറവായിരിക്കണം? 180യേക്കാൾ കുറവായിരിക്കണം. പക്ഷെ നമുക്ക് എത്ര വരേണ്ടത്? 180യേക്കാൾ കൂടുതലാ വരേണ്ടത്. അതുകൊണ്ടാണ് ഈ ഓപ്ഷൻ എന്തായി പോയത്? തെറ്റായി പോയത്. ഇനി നാലാമത്തേത് എങ്ങനെ കറക്റ്റ് ആൻസർ ആയി? ഇവിടെയും 3 വെർട്ടീസസ് ഇവിടെ തന്നെ ഉണ്ട്, സർക്കിളിൽ തന്നെ ഉണ്ട്. ഒരാൾ എവിടെയാണ്? സർക്കിളിന് വെളിയിലാണ്. അപ്പോ ഈ സർക്കിളിന് വെളിയിലുള്ള വെർട്ടെക്സും അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം 180യേക്കാൾ കുറവായിരിക്കും. പക്ഷേ നമുക്ക് മാർക്ക് ചെയ്ത് തന്നേക്കുന്ന 2 ആംഗിൾ അത് 2 അല്ല. അതോ ആ 2 ആംഗിൾ എവിടെ ഉള്ളവരാ?
സർക്കിളെ തന്നെ ഉള്ളവരാണ്. അപ്പൊ അവരെ ആഡ് ചെയ്താൽ എത്രനേക്കാൾ കൂടുതൽ വരാം? 180യേക്കാൾ കൂടുതൽ വരാം. അതുകൊണ്ടാണ് ഏതൊക്കെയാ കറക്റ്റ് ആൻസർ? 2ഉം 4ഉം. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. ഉണ്ട്. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. ഓൺലൈൻകാർക്ക് മനസ്സിലായോടെ? ആ നോക്കിക്കോളൂ. അപ്പൊ ഇനി ആരായാലും ചോദ്യം വായിക്കണ്ടേ? അവിടെ വായിച്ചോ. സ്റ്റേറ്റ്മെന്റ് വായിച്ചോ. റീഡ് ദി താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ വായിക്കാം. നോക്കാം. നമുക്കൊരു 2 പോയിന്റുകളുടെ കോഓർഡിനേറ്റ് തന്നിട്ടുണ്ട്. 3, 4ഉം 3, 8ഉം. അവർ പറയുന്നത് ഈ 2 പോയിന്റുകളെ ജോയിൻ ചെയ്യുന്ന ലൈൻ ആർക്ക് പാരലലാണ്? y ആക്സിന് പാരലാണ്. ആർക്ക് പാരലാണ്? ഇരിക്കും. നമുക്ക് ആദ്യം അത് ശരിയാണോ നോക്കാം. y ആക്സിന് പാരലായ ലൈനേലെ പോയിന്റുകളുടെ പ്രത്യേകത എന്താണ്? എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഈ തന്നിരിക്കുന്ന 2 പോയിന്റുകളുടെ എക്സ് കോർഡിനേറ്റ് സെയിം ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും വൈക്ക് പാരലായ ഒരു ലൈനേലെ പോയിന്റുകളാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. ഓക്കെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കും. രണ്ട് പോയിന്റുകളുടെ എക്സ് കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ ആ 2 പോയിന്റുകളെ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈൻ ആർക്ക് പാരലാണ്? 2 പോയിന്റുകളുടെ എക്സ് കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ അവരെ 2 പേരെയും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന വര ലൈൻ ആർക്ക് പാരലാണ്? y ആക്സിന് പാരലാണ്. സ്റ്റേറ്റ്മെന്റ് ട്രൂവോ ഫോൾസോ? ട്രൂ. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. ഇനി ഓരോ ഓപ്ഷനായിട്ട് വായിക്കൂ. ഓപ്ഷൻ നമ്പർ 1, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. ശരിയോ തെറ്റോ? തെറ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ശരിയാണോ? അല്ല. അടുത്തതാ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ആവേശം കൊള്ളരുത്. 2 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ബാക്കി കൂടെ വായിക്കൂ. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ റീസൺ. എന്ത് പറയുന്നു? ശരിയാണ്. ആ ഐഡിയ വെച്ചത് തൊട്ടല്ലേ നമ്മൾ ഒന്നാമത്തേത് ട്രൂ ആണെന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ? അമൃതേ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഓപ്ഷൻ ഡിയും കൂടെ ഒന്ന് വായിച്ചേ. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് നോട്ട് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. അപ്പൊ തെറ്റാണ്. അപ്പൊ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി. അങ്ങനെയാണോ എല്ലാവരും എഴുതിയിരിക്കുന്നത്? ഓക്കെ. ഓൺലൈൻകാർക്ക് 7ാമത്തെ പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 8ാമത്തെ കണക്കിലേക്ക് പോകാം. 8 ആരാ വായിക്കണ്ടേ? അവിടാണോ ഇവിടെയാണോ? അഭിരാമി വായിക്കൂ. 8ാമത്തെ ചോദ്യം. അതും സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ള ചോദ്യമാണ്. വായിക്കൂ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇരിക്കും. നമ്മൾ അടുത്തിടയിൽ പഠിച്ച ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ലൈൻസ്. അതിനകത്തിൽ ആതിദേവേ നമ്മൾ ഇപ്രകാരം പഠിച്ചു. ഒരു സർക്കിളിലെ ഡയമീറ്റർ അല്ലാത്ത 2 കോഡുകൾ. അങ്ങനല്ലേ അവർ പറഞ്ഞേക്കുന്നേ? ഡയമീറ്റർ അല്ലാത്ത കോഡുകൾ AB-യും CD-യും P-യിൽ കൂട്ടിമുട്ടുന്നു. എന്നിട്ട് വായിച്ച സ്റ്റേറ്റ്മെന്റ് when 2 chords of a circle intersect within the circle, the product of the parts of one chord is equal to the product of the part of the other. നമ്മൾ ഇത് വെച്ച് പഠിച്ച ഐഡിയ പറഞ്ഞു. PA into PB equal PC into PD. ഈ PA യും PB യും ആരായിരുന്നു?
ഈ പി എയും പി ബിയും ആരായിരുന്നു? അതുകൊള്ളു. പി എയും പി ബി ആരായിരുന്നു? എ ബി എന്ന് പറയുന്ന കോഡിന്റെ രണ്ട് പാർട്ടുകളാണ് പി എയും പി ബിയും. പി സിയും പി ഡിയും ആരായിരുന്നു? സി ഡി എന്ന് പറയുന്ന കോഡിന്റെ അടുത്ത ദിവസം നമുക്ക് അറേഞ്ച് ചെയ്യാം. കുഴപ്പമില്ല, നമുക്ക് അറേഞ്ച് ചെയ്യാം. വിളിക്കാൻ പറ്റും. അപ്പോ പി സിയും പി ഡിയും ആരാണ്? സി ഡി എന്ന് പറയുന്ന കോഡിന്റെ രണ്ട് പാർട്ടാണ്. അപ്പൊ ഓരോ കോഡിന്റെയും രണ്ട് പാർട്ടുകളുടെ പ്രോഡക്റ്റുകൾ എങ്ങനെയാണ്? ഈക്വൽ ആണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓ ഫോൾസോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കൂ. ഇഫ് ടു ട്രയാങ്കിൾസ് ഹാവ് ദി സെയിം ആംഗിൾസ് then their sides are scaled by the same factor. രണ്ട് ട്രയാങ്കിളിലെ ആംഗിളുകൾ സെയിം ആയാൽ the sides are scaled by the same factor. വല്ലതും കത്തുന്നുണ്ട്? അത് 9ാം ക്ലാസ്സിൽ പഠിച്ച സിമിലർ ട്രയാങ്കിളിന്റെ ഐഡിയയാണ്. അതിലൊരു ചെറിയ സംശയം, ഈ സർക്കിൾസ് ആൻഡ് ലൈനിന്റെ കണക്കും 9ാം ക്ലാസ്സിൽ പഠിച്ച സിമിലർ ട്രയാങ്കിളും കൂടെ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യം? തിയറി പഠിപ്പിച്ചപ്പോ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നവർക്ക് അറിയാം. ഇതിന്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് എ സിയും ബി ഡിയും കൂടെ യോജിപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ ഇതിനകത്തിൽ നിന്ന് രണ്ട് ട്രയാങ്കിളുകൾ പരിഗണിച്ചു. ഏതൊക്കെ? ട്രയാങ്കിൾ എ പി സിയും ട്രയാങ്കിൾ ബി പി ഡിയും. എന്നിട്ട് ഈ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആയിരുന്നു, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ഈ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആയിരുന്നു ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ. അപ്പൊ പറഞ്ഞു ഈ രണ്ട് ട്രയാങ്കിളുകൾ സിമിലർ ആണ്. സിമിലർ ആണെങ്കിൽ അവയുടെ സൈഡുകൾ എന്തായിരിക്കും? പ്രപ്പോർഷണൽ ആയിരിക്കും. അതിന് പകരം 9ാം ക്ലാസ് പഠിച്ച വാക്കാണ് സ്കെയിൽ ഫാക്ടർ. എന്താണ്? അപ്പൊ രണ്ടാമത്തെ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഒന്നാമത്തെ ഐഡിയ എന്ത് ചെയ്തെടുത്തത്? പ്രൂവ് ചെയ്ത് എടുത്തത്. ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? രണ്ടാമത്തേതും കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, ഇനി വായിച്ചാട്ടോ ഓപ്ഷൻസ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഫോളോയിങ്. 1, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആൻഡ് 2 ഈസ് ഫോൾസ്. ശരിയാണോ? അല്ല. അടുത്തത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ആണോ? അല്ല. അടുത്തത് both statements are true and statement 2 is the reason of statement 1. അല്ലേ? അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ? ആൻസർ ഓപ്ഷൻ. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, കുറെ ഇക്വേഷൻ കാണാതെ പഠിച്ചത് കൊണ്ടോ കുറെ പ്രോബ്ലം കാണാതെ പഠിച്ചത് കൊണ്ടോ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉത്തരം എഴുതാൻ പറ്റില്ല. തിയറി പോർഷൻസ് ഒക്കെ കൃത്യമായി എങ്ങനെയൊക്കെ കിട്ടി എന്ന ഐഡിയ ഉള്ളവർക്ക് മാത്രമേ പരീക്ഷയ്ക്ക് എന്ത് കിട്ടത്തുള്ളൂ? മാർക്ക് കിട്ടത്തുള്ളൂ. ഈ 8 അല്ലേ നമ്മളിപ്പോ എഴുതിയത്? ഓക്കെ, ഓൺലൈൻകാർക്ക് ഈ 8ാമത്തെ കണക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടെ? ഇല്ല സർ. ഇല്ല. ഓക്കെ. ഇല്ല.